ട്യൂട്ടോറിയലിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. വാട്ട് ഈസ് NumPy? പൈത്തണിലെ സയന്റിഫിക് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയുള്ള ഫണ്ടമെന്റൽ പാക്കേജ് ആണ് NumPy. NumPy ഒരു പൈത്തൺ ലൈബ്രറിയാണ്. 2005 ട്രാവിസ് ഒലിഫന്റ് ആണ് NumPy ക്രിയേറ്റ് ചെയ്തത്. AI, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ് ഫീൽഡുകളിൽ ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്യുന്നു. ന്യൂമറിക്കൽ പൈത്തണിന്റെ ഷോർട്ട് ഫോം ആണ് NumPy. ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള മൾട്ടി ഡയമെൻഷണൽ അറേസ് ഈ ഒരു ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നു. NumPy vs പൈത്തൺ ലിസ്റ്റ്. പൈത്തൺ ലിസ്റ്റിനേക്കാളും ഫാസ്റ്റർ ആണ് NumPy. NumPyക്ക് ലെസ് മെമ്മറീസ് ആവശ്യമുള്ളൂ. ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്യുമ്പോൾ 2 സ്റ്റെപ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ ഇൻസ്റ്റാളേഷൻ, സെക്കൻഡ് വൺ ഇമ്പോർട്ട്. ഈ സ്റ്റെപ്സിന് ശേഷമാണ് അറേ ക്രിയേഷൻ, അറേ സ്ലൈസിംഗ്, അറേ ഇൻഡെക്സിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ജുപിറ്റർ നോട്ട്ബുക്കിൽ NumPy ഇമ്പോർട്ടും ഇൻസ്റ്റാളേഷനും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. ജുപിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യുന്നു, ന്യൂ ചൂസ് ചെയ്യുന്നു, പൈത്തൺ 3 സെലക്ട് ചെയ്യുന്നു. ഈ കാണുന്ന സെല്ലിലാണ് നമ്മൾ കോഡുകൾ എൻ്റർ ചെയ്യുന്നത്. പിപ്പ് ഇൻസ്റ്റാൾ NumPy മെൻഷൻ ചെയ്യുന്നു. റൺ ചെയ്യുന്നു. എനിക്കിവിടെ NumPy ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് NumPy ഇമ്പോർട്ട് ചെയ്യലാണ്. റൺ ചെയ്യുന്നു. ഇവിടെ NumPy ഇമ്പോർട്ട് ആയി കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അറേസിനെ കുറിച്ചിട്ടാണ്. എന്താണ് അറേ? പൈത്തണിലെ ലിസ്റ്റുമായിട്ട് സിമിലർ ആണ് അറേ. എങ്ങനെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ജുപിറ്റർ നോട്ട്ബുക്ക് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. വേരിയബിൾ മെൻഷൻ ചെയ്യുന്നു. ആ വേരിയബിളിലേക്ക് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാണ്. വേരിയബിളിനെ കോൾ ചെയ്തതിന് ശേഷം റൺ ചെയ്യുന്നു. 1, 2, 3 എന്ന് പറയുന്ന ഒരു അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടി. ഈ ഒരു അറേയിലേക്ക് എനിക്ക് 4 എന്ന് പറയുന്ന ഒരു വാല്യൂനെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് അപ്പെൻഡ് ഫംഗ്ഷൻ. വേരിയബിളിനെ മെൻഷൻ ചെയ്തതിനു ശേഷം ഫംഗ്ഷൻ മെൻഷൻ ചെയ്യുക. അതിനുശേഷം ഏത് വാല്യൂ ആണോ വേണ്ടേ ആ വാല്യൂ മെൻഷൻ ചെയ്ത് വേരിയബിളിനെ കോൾ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4 എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് കിട്ടി. ഈ ഒരു അറേയിൽ എനിക്ക് 2 എന്ന് പറയുന്ന വാല്യൂവിനെ എനിക്ക് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് റിമൂവ് ഫംഗ്ഷൻ. വേരിയബിൾ മെൻഷൻ ചെയ്യുന്നു, ഫംഗ്ഷൻ മെൻഷൻ ചെയ്യുന്നു, വാല്യൂ മെൻഷൻ ചെയ്യുന്നു, വേരിയബിളിനെ കോൾ ചെയ്ത് റൺ ചെയ്യുന്നു. 1, 3, 4 എന്ന് പറയുന്ന ഒരു അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടി. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു പോപ്പ് ഫംഗ്ഷൻ ആണ്. ഈ റിമൂവ് ഫംഗ്ഷൻ പോലെ തന്നെയാണ് പോപ്പ് ഫംഗ്ഷൻ. തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിമൂവ് ഫംഗ്ഷനിൽ നമ്മൾ വാല്യൂസിനെയാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ പോപ്പ് ഫംഗ്ഷനിൽ നമ്മൾ ഇൻഡെക്സ് നമ്പർ ആണ് മെൻഷൻ ചെയ്യുക. ഇപ്പൊ ഒരു 1, 3, 4 എന്ന് പറയുന്നൊരു അറേയുടെ ഇൻഡെക്സ് നമ്പർ ആണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ എനിക്കിതിൽ 1 എന്ന് പറയുന്ന വാല്യൂ ആണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്കറിയാം ഇൻഡെക്സ് വാല്യൂ അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പർ എപ്പോഴും നമ്മൾ കൗണ്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്, അല്ലെ? 0, 1, 2 അങ്ങനെയാണ് കൗണ്ട് ചെയ്ത് പോവുക. ഈ ഒരു അറേയുടെ 1, 3, 4 എന്ന് പറയുന്ന ഒരു അറേ, ആ ഒരു അറേയുടെ ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1ന്റെ 0 ആണ്, 3യുടെ 1 ആണ്, 4ന്റെ 2 ആണ്. വേരിയബിൾ മെൻഷൻ ചെയ്യുന്നു, ഫംഗ്ഷൻ കൊടുക്കുന്നു, ഇൻഡെക്സ് മെൻഷൻ ചെയ്യുന്നു, വേരിയബിൾ കോൾ ചെയ്ത് റൺ ചെയ്യുന്നു. 3, 4 എന്ന് പറയുന്ന ഒരു അറേ നമുക്ക് കിട്ടി. എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയത്. അടുത്ത ഫംഗ്ഷൻ ആണ് ഇൻസേർട്ട് ഫംഗ്ഷൻ. നമുക്കൊരു ന്യൂ അറേ ക്രിയേറ്റ് ചെയ്യാം. വേരിയബിൾ മെൻഷൻ ചെയ്യുന്നു, വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നു, വേരിയബിളിനെ കോൾ ചെയ്ത് റൺ ചെയ്യുന്നു. വൺ 2, 3, 5 എന്ന് പറയുന്നൊരു അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടി. എനിക്ക് ഈ 3ക്കും 5നും ഇടയിൽ 4 എന്ന് പറയുന്നൊരു വാല്യൂനെ എനിക്ക് ആഡ് ചെയ്യണം.
ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇൻസേർട്ട് ഫംഗ്ഷൻ. അപ്പൻഡ് ഫംഗ്ഷൻ അല്ല, ഇൻസേർട്ട് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. രണ്ട് വാല്യൂസിന്റെ സെന്ററിൽ ഒരു വാല്യൂനെ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇൻസേർട്ട് ഫംഗ്ഷൻ. വേരിയബിൾ മെൻഷൻ ചെയ്തതിനു ശേഷം ഫംഗ്ഷൻ മെൻഷൻ ചെയ്യുന്നു. എനിക്ക് 3ക്കും 5നും സെന്ററിലാണ് 4 എന്ന് പറയുന്ന ഒരു വാല്യൂ വേണ്ട. അപ്പൊ 3 മെൻഷൻ ചെയ്യുന്നു. എനിക്ക് വേണ്ട വാല്യൂ ഇതാ 4 ആണ്, അത് മെൻഷൻ ചെയ്യുന്നു. വേരിയബിൾ മെൻഷൻ ചെയ്തതിനു ശേഷം കോൾ ചെയ്യുന്നു. കോൾ ചെയ്ത് റൺ ചെയ്യുമ്പോൾ നമുക്ക് 1 2 3 4 5 എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് കിട്ടി. ഇപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മൾ അറേ ക്രിയേഷനിൽ പഠിക്കുന്നത്. എങ്ങനെയാണ് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുക നമ്മൾ ഫസ്റ്റ് പഠിച്ചു. പിന്നീട് അപ്പൻഡ് ഫംഗ്ഷൻ, റിമൂവ് ഫംഗ്ഷൻ, പോപ്പ് ഫംഗ്ഷൻ, ഇൻസേർട്ട് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ നോക്കി. ചാപ്റ്റർ 3 നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 1 ഡയമെൻഷണൽ നംപൈ അറേ ആണ്. എങ്ങനെ ഒരു 1 ഡയമെൻഷണൽ നംപൈ അറേ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു അറേ തന്നിട്ടുണ്ട് അല്ലെ. അതായത് 1 ഡയമെൻഷണൽ നംപൈ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ റോയിലോ സിംഗിൾ കോളത്തിലോ ക്രിയേറ്റ് ചെയ്യുന്ന അറേസിനെയാണ് 1 ഡയമെൻഷണൽ നംപൈ അറേ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു സിംഗിൾ റോയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അറേയാണ് കാണിച്ചിരിക്കുന്നത്. 1 2 3 4. ഈ ഒരു അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് നംപൈ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് നംപൈ ആസ് np. റൺ ചെയ്യുന്നു. നമുക്ക് രണ്ട് രീതിയിൽ ഈ ഒരു 1 ഡയമെൻഷണൽ നംപൈ അറേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അറേ ക്രിയേറ്റ് ചെയ്ത് ആ അറേയിലേക്ക് ലിസ്റ്റിനെ പാസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1 ഡയമെൻഷണൽ നംപൈ അറേ ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ ഡയറക്ട്ലി അറേ ക്രിയേറ്റ് ചെയ്ത് ലിസ്റ്റിനെ അതിലേക്ക് പാസ് ചെയ്ത് വിടാം. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അറേ ക്രിയേറ്റ് ചെയ്യുന്നു. വേരിയബിൾ മെൻഷൻ ചെയ്തിട്ട് നമ്മളിവിടെ np ഡോട്ട് അറേ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഈ np എന്ന് പറയുന്ന നംപൈ എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് np ഡോട്ട് അറേ, അതായത് നംപൈ അറേ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യും. അതിലേക്ക് നമ്മൾ ലിസ്റ്റിനെ പാസ് ചെയ്യാണ്. ഈ മെൻഷൻ ചെയ്തിട്ടുള്ള ലിസ്റ്റിനെ പാസ് ചെയ്യാണ് വേരിയബിൾ, അതായത് അറേയുടെ വേരിയബിൾ നമ്മൾ കോൾ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ 1 2 3 4 എന്ന് പറയുന്ന സിംഗിൾ റോയിലുള്ള ഒരു 1 ഡയമെൻഷണൽ നംപൈ അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ലിസ്റ്റ് ഡയറക്ട്ലി മെൻഷൻ ചെയ്യാതെ എങ്ങനെ ഒരു 1 ഡയമെൻഷണൽ നംപൈ അറേ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അറേ ക്രിയേറ്റ് ചെയ്യുന്നു. ലിസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ ലിസ്റ്റിന്റെ വാല്യൂസിനെ മെൻഷൻ ചെയ്യാണ്. നമ്മുടെ ലിസ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. 1 2 3 4. വേരിയബിളിനെ കോൾ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ നമുക്ക് കോൾ ചെയ്ത് റൺ ചെയ്യുമ്പോൾ നമുക്ക് 1 2 3 4 എന്ന് പറയുന്ന ഒരു 1 ഡയമെൻഷണൽ നംപൈ അറേ നമുക്ക് ലഭിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു 1 2 3 4 എന്ന് പറയുന്ന ഒരു അറേ നമുക്ക് തന്നു അല്ലെ. ഈ അറേയുടെ ഡയമെൻഷൻ നമുക്ക് എന്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ndim എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. വേരിയബിളിനെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ഏത് അറേയുടെ ഡയമെൻഷൻ ആണോ നമുക്ക് അറിയേണ്ടത് ആ അറേയുടെ വേരിയബിളിനെ മെൻഷൻ ചെയ്യാം. അപ്പോൾ വേരിയബിൾ ഡോട്ട് ndim എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമുക്കിവിടെ 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. 1ന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഡയമെൻഷണൽ നംപൈ അറേ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ സൈസ് അറിയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വേരിയബിളിനെ മെൻഷൻ ചെയ്യുന്നു. സൈസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടി. 1 2 3 4 എലമെന്റ്സ് ഉണ്ട്. സോ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 4 ആണ്. ഇത്രയും ഭാഗങ്ങളാണ് 1 ഡയമെൻഷണൽ നംപൈ അറേയിൽ നമ്മൾ പഠിക്കുന്നത്. ചാപ്റ്റർ 4 ഡിസ്കസ് ചെയ്യുന്നത് 2 ഡയമെൻഷണൽ നംപൈ അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. നമ്മൾ നംപൈ ഇമ്പോർട്ട് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഒരു അറേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. വേരിയബിൾ മെൻഷൻ ചെയ്തതിനു ശേഷം np ഡോട്ട് അറേ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു.
വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഈ വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബ്രാക്കറ്റിൽ റൗണ്ട് ബ്രാക്കറ്റും സ്ക്വയർ ബ്രാക്കറ്റുമാണ്. അത് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓപ്പണിംഗ് ചെയ്യുന്ന സമയത്തും ക്ലോസിംഗ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ഒരു 2 ബ്രാക്കറ്റ്സും യൂസ് ചെയ്യണം. റൺ ചെയ്തതിന് ശേഷം നമുക്കൊരു 2 ഡയമെൻഷണൽ നമ്പർ അറേ ക്രിയേറ്റ് ചെയ്ത് കിട്ടി. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു അറേയുടെ ഷേപ്പാണ്. അതിനുവേണ്ടി നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. വേരിയബിൾ ഡോട്ട് ഷേപ്പ് കൊടുക്കുന്നു. 8 എന്ന് പറയുന്ന ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 8 റോസും 3 കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇത് ഏത് ഡയമെൻഷനിലാണെന്നാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ NDIM എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. വേരിയബിൾ ഡോട്ട് NDIM എന്ന് മെൻഷൻ ചെയ്യുന്നു. റൺ ചെയ്യുന്നു. നമുക്ക് 2 എന്ന് കിട്ടും. 2വിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇതൊരു 2 ഡയമെൻഷണൽ നമ്പർ അറേ ആണ് എന്നാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിന്റെ സൈസ് ആണ്. വേരിയബിൾ ഡോട്ട് സൈസ് കൊടുക്കുന്നു. റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 24 കിട്ടും. ഈ 24 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ 24 എലമെന്റ്സുകൾ, അതായത് വാല്യൂസ് ഉണ്ട് എന്നാണ്. ഇത്രയും ഭാഗമാണ് നമ്മൾ 2 ഡയമെൻഷണൽ നമ്പർ അറേയിൽ നോക്കുന്നത്. ചാപ്റ്റർ 5 നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 3 ഡയമെൻഷണൽ നമ്പർ അറേ ആണ്. ഈ കാണുന്നതാണ് 3 ഡയമെൻഷണൽ നമ്പർ അറേ എന്ന് പറയുന്നത്. ഇതിന്റെ ഷേപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3, 4, 3 ആയിരിക്കും. അതായത് ഈ 3 എന്ന് പറയുന്നത് ലേയേഴ്സ് ആണ്, 4 എന്ന് പറയുന്നത് റോസും, പിന്നീടുള്ള 3 എന്ന് പറയുന്നത് കോളംസും ആയിരിക്കും. ഓക്കെ, ഇതില് ഈ ലെയേഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഫസ്റ്റ് ബോക്സ് ഇല്ലേ, ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ലെയർ ആണ്. അതാണ് അറേ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണുന്ന സെക്കൻഡ് ബോക്സ് ആണ് ലെയർ 2. ഈ കാണുന്ന തേർഡ് ബോക്സ് ആണ് ലെയർ 3. ഇതില് 4 റോസ് ഉണ്ട്. 1, 2, 3, 4. ഈ 3 ബോക്സിലും നമുക്ക് 4 റോസുകളാണ് കാണാനായിട്ട് പറ്റിയത്. ഇതിൽ 3 കോളംസ് ഉണ്ട്. 1, 2, 3. ഈ 3 ബോക്സസിലും 3 കോളംസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. 3 ഡയമെൻഷണൽ നമ്പർ അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനിവിടെ നമ്പർ ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം അറേ ക്രിയേറ്റ് ചെയ്യുന്നു. വേരിയബിൾ മെൻഷൻ ചെയ്യുന്നു. np.array ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും സ്ക്വയറും റൗണ്ടും ഉണ്ടായിരിക്കണം. വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഞാൻ റൺ ചെയ്യുമ്പോൾ എനിക്കൊരു 3 ഡയമെൻഷണൽ നമ്പർ അറേ ലഭിക്കുന്നു. നെക്സ്റ്റ് ഞാൻ ഇതിൽ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു അറേയുടെ ഷേപ്പാണ്. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഷേപ്പ് ഫംഗ്ഷൻ ആണ്. അറേ ഡോട്ട് ഷേപ്പ് മെൻഷൻ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ 3, 4, 3 എന്ന് എനിക്ക് ലഭിക്കുന്നു. ഇതിൽ 3 എന്ന് പറയുന്ന ലെയറും 4 എന്ന് പറയുന്നത് റോസും 3 എന്ന് പറയുന്നത് കോളംസും ആണ്. അടുത്തായിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നത് ഇത് ഏത് ഡയമെൻഷൻ ആണ്. അത് ഞാൻ NDIM എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അറേ ഡോട്ട് NDIM റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് 3 എന്ന് കിട്ടുന്നു. ഈ ഒരു 3 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു 3 ഡയമെൻഷണൽ നമ്പർ അറേ ആണ് എന്നാണ്. നെക്സ്റ്റ് ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ സൈസ് ആണ്. അറേ ഡോട്ട് സൈസ് കൊടുക്കുന്നു. 36 എന്നാണ് എനിക്ക് സൈസ് കിട്ടുന്നത്. അതായത് 36 വാല്യൂസ് ഈ ഒരു അറേയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ഭാഗമാണ് നമുക്കൊരു 3 ഡയമെൻഷണൽ നമ്പർ അറേയിൽ നോക്കാനായിട്ടുള്ളത്. ചാപ്റ്റർ 6 ഡിസ്കസ് ചെയ്യുന്നത് റീഷേപ്പ് ആണ്. റീഷേപ്പ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 1 ഡയമെൻഷണൽ അറേനെ 2 ഡയമെൻഷനിലേക്കോ 3 ഡയമെൻഷനിലേക്കോ ഒക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1 ഡയമെൻഷണൽ അറേ മാത്രമല്ല, 2 ഡയമെൻഷണൽ ആവാം, 3 ഡയമെൻഷണൽ ആവാം. ഇതിനൊക്കെ വേറെ ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 3 ഡയമെൻഷണൽ അറേയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് 3, 4, 3 ആണ്. ഇതിന്റെ സൈസ് നോക്കുമ്പോൾ 36, അതായത് 36 വാല്യൂസ് ആണ് ഈ ഒരു 3 ഡയമെൻഷണൽ അറേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനെങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? 3 ലെയേഴ്സും 4 റോസും
3 കോളംസുമായിട്ടാണ്. ഓക്കെ, ഈ ഒരു 36 നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു വാല്യൂ 36 എന്ന് പറയുന്നൊരു വാല്യൂ, ഇതിൽ 36 വാല്യൂസ് ഉണ്ട് അല്ലെ. നമ്മള് ഈ ലെയേഴ്സിനെയും റോസിനെയും കോളംസിനെയും എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ വാല്യൂസിനെ അറേഞ്ച് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 3 ഡയമെൻഷണൽ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് 3 വാല്യൂസ് ആവശ്യമാണ്. ഒരു വാല്യൂ ലെയർ ആയിട്ടും, ഒരു വാല്യൂ റോ ആയിട്ടും, ഒരു വാല്യൂ എന്തായിട്ടാ കോളം ആയിട്ടും. 36 എന്ന് പറയുന്ന വാല്യൂവിന് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ 3 × 4 × 3 ചെയ്താൽ മതി. ഈ ഒരു നമ്പേഴ്സ് മാത്രമല്ല, വേറെയും കുറെ നമ്പേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 36 ആൻസർ കിട്ടുന്ന രീതിയിൽ, അതായത് 3 നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 3 വാല്യൂസിനെ നമുക്ക് റോസും ലെയേഴ്സും കോളംസും ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് 3 ഉം 4 ഉം 3 ഉം ആണ്. 3 × 4 × 3 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 36 കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പിൽ നമ്മൾ നമ്പേഴ്സിന്, അതായത് റോസിനെയും കോളംസിനെയും ലെയേഴ്സിനെയും ഒക്കെ എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ നമ്പേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു 2 ഡയമെൻഷണൽ അറേയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ലെയറിന്റെ ആവശ്യമില്ല, റോസും കോളംസും മാത്രം മതി. അപ്പൊ എനിക്ക് 36 കിട്ടണം. അപ്പൊ ഏതൊക്കെ 2 വാല്യൂസിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് 36 കിട്ടുക ഞാൻ നോക്കുക. അപ്പൊ 4 ഉം 9 ഉം മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36 കിട്ടും. അപ്പൊ ഞാൻ 4നെ റോ ആയിട്ടും 9നെ ഞാൻ കോളം ആയിട്ടും എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു? വേരിയബിൾ ഡോട്ട് റീഷേപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റോയും കോളും മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആൻസർ ആയിട്ട് എന്ത് കിട്ടും? ഒരു 2 ഡയമെൻഷണൽ അറേ എനിക്ക് കിട്ടും. ഇങ്ങനെയാണ് ഈ ഒരു 3 ഡയമെൻഷണൽ അറേനെ ഒരു 2 ഡയമെൻഷണൽ അറേയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു അറേയാണ് ഈ ഒരു 2 ഡയമെൻഷണൽ അറേ. ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം? 3 ഡയമെൻഷണൽ അറേയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെയിം സംഭവം തന്നെ നോക്കാം. നമുക്ക് ഇതിന്റെ എന്ത് നോക്കാം? സൈസ് നോക്കാം. 24 ആണ്. ഏതൊക്കെ 3 നമ്പേഴ്സിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 കിട്ടുക നോക്കാം. അപ്പൊ ഞാനിവിടെ 2 ഉം 3 ഉം 4 എടുക്കുന്നത്. 2 × 3 × 4 ചെയ്യുമ്പോൾ എനിക്ക് 24 കിട്ടും. ഓക്കെ, അപ്പൊ അതിൽ 2നെ ഞാൻ ലെയർ ആയിട്ടും 3യെ ഞാൻ റോ ആയിട്ടും 4നെ ഞാൻ കോളം ആയിട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെ എനിക്ക് എന്ത് കിട്ടി? ഒരു 3 ഡയമെൻഷണൽ അറേ എനിക്ക് കിട്ടി. ഈ ഒരു 2 ഡയമെൻഷണൽ അറേനെ ഞാൻ ഈ ഒരു 3 ഡയമെൻഷണൽ അറേയിലേക്ക് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഞാൻ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു 2 ഡയമെൻഷണൽ അറേനെ എനിക്ക് 1 ഡയമെൻഷണൽ അറേയിലേക്ക് എന്ത് ചെയ്യണം? റീഷേപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും നോക്കാം. -1 ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു വെക്കാം. 1 ഡയമെൻഷണൽ അറേയാണ് നമുക്ക് ലഭിക്കേണ്ടെങ്കിൽ നമ്മൾ -1 എന്ന് പറയുന്ന ഒരു നമ്പർ മെൻഷൻ ചെയ്താൽ മാത്രം മതി. അതായത് വേരിയബിൾ ഡോട്ട് റീഷേപ്പ് ഫംഗ്ഷൻ കൊടുക്കുന്നു, വാല്യൂ എന്ത് ചെയ്യുന്നു? എൻറ്റർ ചെയ്യുന്നു, മെൻഷൻ ചെയ്യുന്നു. അപ്പൊ എനിക്കിവിടെ 1 ഡയമെൻഷണൽ ആയതുകൊണ്ട് -1 മെൻഷൻ ചെയ്താൽ മതി. -1 മെൻഷൻ ചെയ്യുമ്പോൾ ഈ ഒരു 2 ഡയമെൻഷണൽ അറേനെ എനിക്ക് 1 ഡയമെൻഷണൽ അറേയിലേക്ക് റീഷേപ്പ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മുടെ ഈ ഒരു റീഷേപ്പ് സെക്ഷനിൽ വരുന്നത്. ചാപ്റ്റർ 7 ഡിസ്കസ് ചെയ്യുന്നത് ഡേറ്റ ടൈപ്പ് ഫംഗ്ഷനെ കുറിച്ചാണ്. അറേസിന്റെ ഡേറ്റ ടൈപ്പ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ നമ്പർ ഇമ്പോർട്ട് ചെയ്യുന്നു. ഞാനിവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അറേനെ റൺ ചെയ്യുന്നു. ഇതിന്റെ ഡി ടൈപ്പ് എനിക്ക് ഫൈൻഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഡി ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. വേരിയബിൾ ഡോട്ട് ഡി ടൈപ്പ്, അതായത് അറേ ഡോട്ട് ഡി ടൈപ്പ് എൻട്രി ചെയ്തതിനു ശേഷം റൺ ചെയ്യുമ്പോൾ എനിക്ക് ഇൻറ്റീജർ 64 എന്ന് കിട്ടുന്നു. ഈ ഒരു അറേയുടെ ഡി ടൈപ്പ് എന്ന് പറയുന്നത്, അതായത് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ 64 ആണ്. എനിക്ക് ഈ ഒരു 64 മാറ്റിയിട്ട് എനിക്ക് 32 വേണം എന്ന് വിചാരിക്കാം. നമുക്ക് റിയൽ ഡേറ്റ ടൈപ്പിന് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നമ്പേഴ്സിനെ ചേഞ്ച് ചെയ്യാം, ഇൻറ്റീജറിനെ ചേഞ്ച് ചെയ്യാം. ഇതിൽ നമ്പേഴ്സിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. ഈ ഒരു 64നെ ചേഞ്ച് ചെയ്ത് എനിക്ക് 32ൽ എനിക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. np ഡോട്ട് അറേ 1 2 3 4 നമ്മുടെ
വാല്യൂസ് മെൻഷൻ ചെയ്തതിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് ഡി ടൈപ്പ്, നമുക്ക് ഏത് ഡാറ്റ ടൈപ്പ് ആണോ വേണ്ടത് അത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഡി ടൈപ്പ് ഈക്വൽ ടു എൻ പി ഡോട്ട്, എനിക്ക് ഇൻടീജർ 32 ആണ് എനിക്ക് വേണ്ടത്, എനിക്ക് ആ വാല്യൂ ആണ് എനിക്ക് മാറ്റി വേണ്ടത് അല്ലെ. അപ്പൊ 32 മെൻഷൻ ചെയ്യുന്നു. വേരിയബിളിനെ കോൾ ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി, അരേ എന്ന് പറഞ്ഞിട്ടൊരു 1 2 3 4 അരേ എനിക്ക് കിട്ടി. അതിന്റെ ഡി ടൈപ്പ് എന്ന് പറയുന്നത് ഇൻടീജർ 32 ആണ് എന്നെനിക്ക് ലഭിച്ചു. നെക്സ്റ്റ് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്, നമ്മളിപ്പോ ഒരു നമ്പറിനെ ആണല്ലേ ചേഞ്ച് ചെയ്തത്, നമുക്ക് ആ ഒരു ഇൻടീജറിനെ ചേഞ്ച് ചെയ്ത് ഫ്ലോട്ട് ആക്കിയാലോ? അതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ എന്ത് മെൻഷൻ ചെയ്യാണ്, ഈ അരേ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലേക്ക് ഞാൻ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യാണ്. എന്നിട്ട് ഡോട്ട് ആസ് എ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എൻ പി ഡോട്ട്, എനിക്ക് വേണ്ടത് ഏതാ, ഫ്ലോട്ട് ആണ്, ഫ്ലോട്ട് മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു സെയിം വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, ഫ്ലോട്ട് 32 എന്നുള്ളൊരു ഇതിൽ നമ്മൾ വെക്കുകയാണ്. 32 മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ ഒരു വേരിയബിളിനെ കോൾ ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു അരേ കിട്ടുകയാണ്. ഒരു അരയുടെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ട് 32 ആണ്. ഇത്രയും ഭാഗമാണ് നമുക്കൊരു ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ